ഞാൻ പറയല എങ്ങനെയാ വെച്ചാൽ ഒരു തറവാട്ടുന്നൊരു മൂല്യര് വേണമെന്നാണ്. വടക്കേതിൽ തറവാട്ടുന്നൊരു മൂല്യര്, തെക്കേതിൽ തറവാട്ടുന്നൊരു മൂല്യര്, പടിഞ്ഞാറേതിൽ തറവാട്ടിലൊരു മൂല്യര്, കിഴക്കേതിൽ തറവാട്ടിലൊരു മൂല്യര്, മേലേതിൽ തറവാട്ടിൽ വേറൊരു മൂല്യര്, താഴത്തേതിൽ തറവാട്ടിൽ വേറൊരു മൂല്യര്, നടുവിൽ തറവാട്ടിൽ വേറൊരു മൂല്യര്. അങ്ങനെ ഒരു 8 മൂല്യന്മാരൊരു നാട്ടിൽ. എല്ലാ തറവാട്ടിന്നും ഓരോ മൂല്യന്മാർ, തേഞ്ഞോര് എല്ലാം ഉള്ളവര്, എല്ലാം തേഞ്ഞ ആൾക്കാരെ മുമ്പിൽ നീച്ചെന്ന് വർത്താനം പറയാൻ പറ്റണേ ഒരു മൂല്യം. ഒരു തറവാട്ടിന്നൊരു മൂല്യര്. ഒരു തറവാട്ടിലൊരാൾ ഡോക്ടറാവണം, ഒരു തറവാട്ടിലൊരാൾ എൻജിനീയർ ആവണം, തറവാട്ടിലൊരാൾ മൈക്കാന്നാക്കുന്ന ആളാവണം, തറവാട്ടിലൊരാൾ ഡ്രൈവറാവണം, തറവാട്ടിലൊരാൾ പോലീസുകാരനാവണം, തറവാട്ടിൽ ഒരാൾ പിന്നെ മാഷാവണം, തറവാട്ടിലൊരാൾ പഞ്ചായത്ത് ജോലിയുള്ള ആളായിരിക്കണം, ഒരു തറവാട്ടിലൊരാൾ വില്ലേജിൽ ജോലിയുള്ള ആളായിരിക്കണം, ഒരു തറവാട്ടിലൊരാൾ മയ്യത്ത് കുളിപ്പിക്കാൻ പറ്റിയ ആളായിരിക്കണം, ഒരു തറവാട്ടിലൊരാൾ മയ്യത്തും കട്ടിലിൻ്റെ തലക്ക പൊടിച്ചാണ്ട് തോൾക്ക് വെക്കാൻ പറ്റിയ ആളായിരിക്കണം. എല്ലതും തറവാട്ടിലാണ്. ഇല്ലെങ്കിൽ ഉണ്ടാക്കണം. എന്താ കുറവുള്ള വെച്ചാൽ കുറവുള്ള ഉണ്ടാക്കണം. എല്ലാവരും ഡോക്ടറായിട്ട് പിന്നെ ആരേക്കാരെ രോഗി. എല്ലാവർക്കും ഇനിയിപ്പോൾ SLCൻ്റെ റിസൾട്ട് അത് കഴിഞ്ഞ് +2 നെട്ടോട്ടം ഒക്കെ ആണല്ലോ. എല്ലാവർക്കും ബയോളജി സയൻസ് വേണം. കുറച്ച് ആൾക്കാർ. ഒരു തറവാട്ടിൽ നിന്ന് ഒരാൾ ബയോളജി സയൻസ് പഠിക്കണം, തറവാട്ടിൽ നിന്ന് ഒരാൾ കെമിസ്ട്രി സയൻസ് പഠിക്കണം, തറവാട്ടിൽ നിന്ന് ഒരാൾ ഫിസിക്സ് പഠിക്കണം, തറവാട്ടിൽ ഒരാൾ മൂല്യരും വേണം. അങ്ങനെയാണ് മൂല്യന്മാരെ നമ്മൾ എപ്പോഴാണ് ഉണ്ടാക്കുക വെച്ചാൽ ഒന്നിനും പറ്റില്ലെങ്കിൽ പിന്നെ അവസാനം മൂല്യരാക്കുക. അങ്ങനെ ചെയ്യാം. കോഴിപ്പീടിയിൽ നിർത്തി. അപ്പോൾ അങ്ങനെ കോഴി ഇങ്ങനെ വെട്ടിയപ്പോൾ മേത്ത് ചോരായിട്ട് വാപ്പാനോട് പറഞ്ഞു ഇന്നെക്കൊണ്ട് പറ്റൂല. വർക്ക്ഷോപ്പ് കൊണ്ടാക്കി. മേത്ത് കരിയായ പോകാൻ പറഞ്ഞു ഇന്നെക്കൊണ്ട് പറ്റൂല. പറ്റാവുന്നിടത്ത് സൂപ്പർ മാർക്കറ്റ് കൊണ്ടാക്കി. പഞ്ചാര ചായ കയറ്റാൻ പറഞ്ഞപ്പോൾ കഴുത്തിൻ്റെ വള്ളി ഉളുക്കി. അപ്പോൾ വന്നാണ്ട് പറഞ്ഞു വാപ്പ ഇന്നെക്കൊണ്ട് പറ്റൂല. അതിൽ വാപ്പയും ഉമ്മയും കൂടി ഇങ്ങനെ തല പുകഞ്ഞാലോചിച്ച് എന്താ പെഞ്ഞി ചെറുക്കനെ കൊണ്ട് നമ്മൾ കാട്ടുക, ഓതാൻ കൊണ്ടാക്കാം, ഒന്ന് മയ്യത്ത് സ്കരിക്കാനും കടന്നോട്ടെ. ഈ കോഴി വെട്ടാൻ പറ്റാത്ത ഓനുള്ളപ്പോൾ ഞനക്ക് മയ്യത്ത് കരിച്ചാലുള്ളത്. നല്ലതിനെ പിടിച്ചിട്ട് ഒന്ന് മൂല്യരാക്കണം. ഏറ്റവും കരുത്തുള്ള നല്ല ബുദ്ധിശക്തിയുള്ള തൻ്റെ ഇടമുള്ള ഒന്നിനെ പിടിച്ചിട്ട് മൂല്യരാക്കിയാൽ ആ കുടുംബത്തേക്ക് മൊത്തം അത് മതിയാവും. തൻ്റെ ഇടമില്ലാത്തതിനെ പിടിച്ചിട്ടാക്കിയാൽ കൊളാക്കാനും ആ ഒറ്റ ഒന്ന് മതിയാവും. നല്ലത് കേടന്നാൽ ഏറ്റവും മോശമായി. അങ്ങനെയാണ് നമ്മളെ നാട്ടിൽ കല്യാണമുള്ള ദിവസം പള്ളിക്കത്തെ ബാത്റൂമിൽ അസർക്ക് മൂത്രമൊഴിക്കാൻ പോയ ഒരു പ്രത്യേക വാസന വരും. ബിരിയാണി കേടുന്നതിൻ്റെ വാസനയാണത്. നല്ലത് കേടെന്നാൽ പിന്നെ കഞ്ചാവച്ചോടയിക്കാരം. നമ്മളവിടെ അങ്ങനെ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷൻ, തിരൂർ റെയിൽവേ സ്റ്റേഷനിലൊക്കെ കഞ്ചാവ് കേസിൽ പിടിക്കണേ പേരുകൾ ഉണ്ടാവുമല്ലോ. പത്രത്തിൽ നോക്കിയാൽ ആമീൻ വലല്ലാഹി എന്നൊക്കെ പറയാൻ പറ്റുന്ന സൈസുള്ള പേരുകൾ കേൾക്കാം. നമുക്ക് അതൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. ദർസെന്ന് ചാടിപ്പോകുന്നത്, യത്തീംഖാനെന്ന് ചാടിപ്പോകുന്നത്, ബോഡി മദ്രസയെന്ന് ചാടിപ്പോകുന്നത് നല്ലത് കേടെന്നേക്കാരത്. നല്ലത് കേടെന്നാൽ ഏറ്റവും ഗുരുത്വം കെട്ടതാവും, പറ്റ മോശമായി മാറും. അപ്പം അതൊട്ടുണ്ടാവാനും പാടില്ല. അതുകൊണ്ട് നല്ല ബുദ്ധിയുള്ളതിനെ പിടിച്ചിട്ട് മയ്യത്ത് സ്കരിക്കാനുള്ള തീരുമാനം ആദ്യം എടുക്കണം. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണാം, ഒരാൾക്ക് 3 ആൺകുട്ടികൾ ഉണ്ടാവുകയും 3 ആൺകുട്ടികളിൽ നിന്ന് ഒരാൾക്കും അവൻ എൻ്റെ പേരിടാതിരിക്കുകയും ചെയ്താൽ നാളെ മഹ്ശറിൽ വെച്ചുകൊണ്ട് അവൻ എന്നെ കാണാൻ ശ്രമിക്കാതിരിക്കട്ടെ. ഒരാൾക്ക് 3 ആൺകുട്ടികളുണ്ട്. 3നും മുഹമ്മദ് എന്ന് പേരിട്ടിട്ടില്ലെങ്കിൽ മഹ്ശറിൽ വെച്ചങ്ങാണ്ട് ഇന്നെ തിരഞ്ഞെടുക്കണ്ടെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആത്മഹർഷം തുടികൊട്ടുന്ന നാളിലെ ഏക പ്രതീക്ഷ മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
നെഞ്ചിടിപ്പിൻ്റെ ശബ്ദം കാതുകൊണ്ട് കേൾക്കുന്ന ദിവസമാണ് മഹ്ശർ. നെഞ്ഞു മുട്ടണ ശബ്ദം കാതുകൊണ്ട് കേൾക്കാം, അത്രയും നിശബ്ദം. ആലങ്കാരികാണെന്ന് വെച്ചോളി, എന്നാലും കുഴപ്പമില്ല. അത്രയും നിശബ്ദമാണ് മഹ്ശർ എന്ന് പറയണത്. ആ മഹ്ശറിൽ ഏക പ്രതീക്ഷ മുഹമ്മദ് നബിയാണുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം. 3 ആൺകുട്ടികളുണ്ടായിട്ട് ആർക്കും മുഹമ്മദ് എന്ന് പേരിട്ടില്ലെങ്കിൽ മഹ്ശറിൽ ഇന്നെ തെരഞ്ഞെടുക്കണ്ട എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു. ഭക്ഷണം കഴിക്കാനിരിക്കുന്ന തളികയിൽ, ഭക്ഷണം കഴിക്കാനിരിക്കുന്ന വട്ടത്തിൽ, സുപ്രയിൽ ഒരാള് മുഹമ്മദ് എന്ന് പേരുള്ള ആളുണ്ടായാൽ ആ തളികയിൽ ഇരിക്കുന്ന എല്ലാവർക്കും ബറക്കത്തുണ്ടായിരിക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പറയാൻ കാരണം എന്നറിയങ്ങളെ, കുടുംബത്തിൽ നിന്ന് ഒരാൾ മോലേരാവണം. എല്ലാവരും കൂടി മോലേരായാലും പ്രശ്നമാണ്. പിന്നെ വാൽവരെ എന്നെ ഒഴിച്ചൂലല്ലോ, നിങ്ങൾ എന്നോട് പറയില്ലേ? അത് വേണ്ട. ഒരു തറവാട്ടിന്ന് ഒന്ന്, ഒരു സദസ്സിന് കൂടിയാൽ ഒരു 3-4 തലകെട്ടുള്ളത്, ഒരു 3-4 തൊപ്പിയുള്ളത് ഉണ്ടായിരിക്കണം. അങ്ങനെ ആയിരിക്കണം. അപ്പം അതുകൊണ്ട് എല്ലതും വേണം. ഒരാൾ ഹാഫിളാകണം. ഹാഫിള് മാത്രമായിട്ട് കാര്യമില്ല, ഹാഫിളും ആലിമുമാകണം. എല്ലതും വേണം. ഒരാൾ ഇംഗ്ലീഷിൽ വർത്താനം പറയാൻ പറ്റിയ ആളുണ്ടായിരിക്കണം, ഒരാൾ ഹിന്ദിയിൽ വർത്താനം പറയാൻ പറ്റിയ ആളുണ്ടായിരിക്കണം. തന്നെ ഒരാൾ സാധു ഉണ്ടായിരിക്കണം, ഒരാൾ ധൈര്യശാലി ഉണ്ടായിരിക്കണം, ഒരാൾ നേതാവ് ഉണ്ടായിരിക്കണം, ഒരാൾ അനുയായിയാകാൻ പറ്റിയ ആളുണ്ടായിരിക്കണം. എല്ലാവരും ഉണ്ടാവണം. അപ്പോൾ ദുന്യാവിൻ്റെ നിലനിൽപ്പ് 4 കാര്യമാണെന്ന് സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ്. ഒന്ന്, വിവരമുള്ളവൻ്റെ വിവരം. രണ്ടാമത്തേത് അദ്ലുൽ ഉമറാഇ, ഭരണാധികാരികളുടെ നീതിബോധം. ഭരണാധികാരികളുടെ നീതിബോധം എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും അതെന്നെ ഞാൻ പഞ്ചായത്തേക്ക് മത്സരിക്കാത്തത് എന്ന്. ഭരണാധികാരം എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൽ മാത്രമല്ല, പെരയിലും ഉണ്ട്. ഒരാൾക്ക് 2 മൂരിക്കുട്ടി ഉണ്ടായി എന്ന് വിചാരിക്കുക, 2 മൂരിക്കുട്ടികളുടെ ഭരണാധികാരിയാണ്. എല്ലാവരും ഭരണാധികാരികളാണ്, ഭരണമില്ലാത്ത ആരുമില്ല, എല്ലാവർക്കും ഭരണമുണ്ട്. ഭരണത്തിൻ്റെ തോത് വ്യത്യാസപ്പെടുന്നേ ഉള്ളൂ. ചിലർക്ക് രാജ്യത്തിൻ്റെ മൊത്തം ഭരണം ഉണ്ടാവും, ചിലർക്ക് പഞ്ചായത്തിൻ്റെ ഭരണം ഉണ്ടാവും, ചിലർക്ക് മഹലിൻ്റെ ഭരണം ഉണ്ടാവും, ചിലർക്ക് മദ്രസൻ്റെ ഭരണം ഉണ്ടാവും, ചിലർക്ക് കോഴികളെ ഭരിക്കലേക്കാരം, ചിലർക്ക് ആടുകളെ ഭരിക്കലായിരിക്കും, ചിലർക്ക് മക്കളെ ഭരിക്കലായിരിക്കും, ചിലർക്ക് 2 ഭാര്യമാരെ ഭരിക്കലായിരിക്കും, ചിലർക്ക് ഉമ്മാനെയും ബാപ്പാനെയും നോക്കലായിരിക്കും, ചിലർക്ക് മക്കളെ നോക്കലായിരിക്കും. 2 മൂരിക്കുട്ടി ഒരാൾക്കുണ്ടെങ്കിൽ 2ന് ഒരേമാതിരി പുല്ലിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അനീതിയാണ്. 2ന് ഒരേമാതിരി പുല്ലിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അനീതിയായിരിക്കും. അതും ചോദിക്കും അല്ലാഹു തആല. ഇത് മാത്രമല്ല ചോദിക്കുക, അതും ചോദിക്കും, അതും അനീതിയാണ്. അനീതി എവിടെയെല്ലാം ഉണ്ടോ അതെല്ലാം ചോദ്യം ചെയ്യപ്പെടും. അമ്മായിൻ്റെ മോൻ വിരുന്ന് വന്നപ്പോൾ പായസം കുടിച്ചപ്പോൾ ക്ലാസ് പൊട്ടിയതിന് സാരമില്ല എന്ന് പറഞ്ഞു. അവനാൻ്റെ കുട്ടി പായസം കുടിക്കുമ്പോൾ ക്ലാസ് പൊട്ടിയതിന് ബദർ യുദ്ധം നടത്തി. അനീതി. അതാണ് അനീതി പറഞ്ഞത്. എല്ലാവർക്കും ഭരണമുണ്ട്, എല്ലാവരും നീതിമാന്മാരായിരിക്കണം. നീതി വളരെ പ്രധാനമാണ്. അതിൽ എന്നെ സംഗതി സ്വന്തം ശരീരത്തോട് ചെയ്യുന്നൊരു നീതിയുണ്ട്, അതാണ് ഏറ്റവും വലിയ നീതി. ശരീരത്തോട് ചെയ്യുന്ന ഒരാൾ സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന നീതി. വലാ തുൽഖൂ ബി അഹ്ലീകും ഇലത്തഹ്ലുക, ബുദ്ധിയെ നശിപ്പിക്കാതിരിക്കുക, ശരീരത്തെ നശിപ്പിക്കാതിരിക്കുക, അഭിമാനത്തെ നശിപ്പിക്കാതിരിക്കുക, സമ്പത്തിനെ നശിപ്പിക്കാതിരിക്കുക. അതാണ് സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന നീതി. ബുദ്ധി നശിപ്പിക്കാതിരിക്കുക. എന്താ ബുദ്ധി നശിപ്പിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കുക.
ശരീരം നശിപ്പിക്കാതിരിക്കുക. കൊളസ്ട്രോൾ ആണെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ബീഫ് അടിച്ച് കയറ്റാതിരിക്കുക. ഇതാണ് ശരീരം നശിപ്പിക്കാതിരിക്കുക എന്ന് പറഞ്ഞത്. പൈൽസ് ഉണ്ട്, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കോഴി തൊടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നാലും ചിക്കൻ അടിച്ച് മിന്നെ. ഇതാണ് സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന അക്രമം തന്നെ. അപ്പം അതും അനീതിയാണ്. സമ്പത്തിനെ നശിപ്പിക്കാതിരിക്കുക, മുതൽ നശിപ്പിക്കാതിരിക്കുക. 10,000 രൂപ സൂക്ഷിക്കാൻ കള്ളനെ ഏൽപ്പിച്ചാലും നടക്കും. 10 പൈസ സൂക്ഷിക്കാൻ വലിയ മുത്തഖിയായ ആൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. 10,000 റുപ്യ വാത്തക്കാനല്ല ഭയങ്കരം തക്കുവ വേണ്ടത്. 10 പൈസ നഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നതിനാണ് വലിയ മുത്തഖിയാവേണ്ടത്. ഇതിൻ്റെ അർത്ഥം പിശുക്കൻ എന്നല്ല, അത് വേറെ സാധനമാണ്. പിശുക്കൽ വേറെ സാധനമാണ്, സൂക്ഷിക്കൽ വേറെ സാധനമാണ്. സൂക്ഷ്മത വേണം, പിശുക്കനാവാൻ പാടില്ല. അങ്ങനെയാണ്. അപ്പം അതാണ് മുതലിൻ്റെ സംരക്ഷണം എന്ന് പറഞ്ഞത്. അഭിമാനത്തിൻ്റെ സംരക്ഷണം വളരെ പ്രധാനമാണ്. അഭിമാനത്തിൻ്റെ സംരക്ഷണം പറയാത്ത കല്യാണത്തിന് പോകാൻ പറ്റൂല. അപ്പം നിങ്ങൾ പറയാൻ മറന്നാലും ഞാൻ പിന്നെ വരാൻ മറക്കണ്ടെന്ന് എഴുതി കാണും പോന്നാന്ന് പറഞ്ഞാണ്ട് വലിഞ്ഞു കയറി ചെല്ലാൻ പാടില്ല. അഭിമാനം പോവതുണ്ട്, അഭിമാനം നഷ്ടപ്പെടുത്താൻ പാടില്ല തന്നെ. അപ്പോൾ ഇതൊക്കെ നോക്കേണ്ട കാര്യങ്ങളാണ്, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോഴാണ് മനുഷ്യൻ്റെ ജീവിതം. ഇതൊക്കെ അനീതിയാണ്, ഇതൊക്കെ ഭരണവുമാണ്. അപ്പോൾ ഒരു ഭരണവും ഇല്ല, ഞാൻ ഒറ്റത്തടിയാണെന്ന് വിചാരിച്ച് നടക്കാനൊന്നും പറ്റൂല. ഒറ്റത്തടിയാണെങ്കിൽ അവൻ്റെ തടിയുടെ ഭരണാധികാരിയാകുന്നു അവൻ. മൂന്നാമത്തേത് സഹാഉല്ലഗ്നിയാ, സമ്പന്നന്മാരുടെ ദാനശീലം ദുനിയാവിൻ്റെ നിലനിൽപ്പാണെന്ന് സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ്. ദുനിയാവിൻ്റെ നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദീന് ദുനിയാവിൽ നിലനിൽക്കാൻ ആവശ്യമായ കാര്യം എന്നാണ് കേട്ടോ. ദുന്യാവ് ഇപ്പം നിലനില്ലെങ്കിൽ എന്താന്ന് വിചാരിക്കണ്ട. ദുന്യാവിൻ്റെ നിലനിൽപ്പാണെന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം എന്താണ്? ഇസ്ലാം ദീൻ ദുനിയാവിൽ നിലനിൽക്കണമെങ്കിൽ 4 കാര്യങ്ങൾ വേണമെന്നാണ്. സഹാഉല്ലഗ്നിയായി, സമ്പന്നന്മാരുടെ ദാനശീലം. കൊടുക്കാൻ ഒരുപാട് മുതൽ വേണ്ട, കൊടുക്കാനുള്ള മനസ്സുണ്ടായാൽ മതി. എത്ര കൊടുത്തു എന്നുള്ളതല്ല, എത്ര ശതമാനം കൊടുത്തു എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തുടങ്ങിയവരൊക്കെയാണ് മാതൃക. ഒരിക്കൽ നബി തങ്ങൾ യുദ്ധത്തിന് പോകാൻ വേണ്ടി പൈസ തികയായിട്ട് വയലറിയാണ്. യുദ്ധത്തിന് പോകാൻ വേണ്ടി പൈസ തികയായിട്ട് ഇങ്ങനെ വയലറിയാണ്. സഹാബത്തെ എല്ലാവരും വീട്ടിലേക്ക് പോകണം. വീട്ടിൽ ചെന്ന് വീട്ടിൽ എന്താണോ ഉള്ളത് ഉള്ളതിനനുസരിച്ച് കൊണ്ടുവരണം. യുദ്ധത്തിന് പോകൽ നിർബന്ധമാണ്, ഇല്ലെങ്കിൽ ശത്രുക്കൾ മദീനയിലേക്ക് കടന്നു വരും, അത് നമുക്ക് നാശത്തിന് കാരണമാകും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പെരേക്ക് പോയി, ഉസ്മാൻ റളിയല്ലാഹു അൻഹു വീട്ടിൽ പോയി, മറ്റു സഹാബത്തും പോയി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചെന്ന് നോക്കുമ്പോൾ വീട്ടിൽ 14,000 ദിർഹംസ് ഉണ്ടായിരുന്നു. 14,000 ദിർഹംസ് ഉണ്ടായിരുന്നു. 1400 കൊല്ലം മുമ്പാട്ടോ. 250 വർഷങ്ങൾക്ക് മുമ്പ് 1 കിലോ സ്വർണത്തിൻ്റെ വില 60 രൂപയായിരുന്നു എന്നാണ്. 250 കൊല്ലങ്ങൾക്ക് മുമ്പ് 1 കിലോ സ്വർണത്തിൻ്റെ വില 60 രൂപയായിരുന്നു എന്നാണ്. 1400 കൊല്ലം മുമ്പ് 14,000 ദിർഹംസ് വീട്ടിലുണ്ടായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ. നേരെ പകുതി എടുത്തു, 7,000 ദിർഹം വന്നു.
സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വീട്ടിൽ ചെന്നിട്ട് നോക്കി എന്താ ഉള്ളത്. ചില്ലറ പൈസയാണുള്ളത്. നമ്മളെ ഭാഷയെ പറഞ്ഞ 5ന്റെ 2 കോട്ടൺ ഉറുപ്പ്യുണ്ട്. എടുത്തും കണ്ടു വന്നു. മുസ്തഫ നബി തങ്ങൾ ചോദിച്ചു, ഉസ്മാനെ നിങ്ങളെന്താ കൊണ്ടുവന്നത് എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, നബിയെ ഞാൻ 7000 ദിർഹംസ് കൊണ്ടുവന്നിട്ടുണ്ട് പൊന്നാര നബിയെ എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ ചോദിച്ചു, ഉസ്മാനെ വീട്ടിൽ ഭാര്യക്കും മക്കൾക്കും എന്താണുള്ളത് എന്ന് ചോദിച്ചു. സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ വീട്ടിൽ ഭാര്യക്കും മക്കൾക്കും ഇത്ര വെച്ചിട്ടുണ്ട് പറഞ്ഞു. 7000 കൊണ്ടുവന്നിട്ടുണ്ട്, 7000 പെരയിലുണ്ട് എന്നർത്ഥം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പടച്ചോനെ ഉസ്മാന് തന്നതിലും തരാതെ വീട്ടിൽ വെച്ചതിലും ബറക്കത്ത് നൽകണേ അല്ലാഹ് തുറന്നു. അല്ലാഹുമ്മ ബാരിക് ലഹു ഫീമാ അൻഫഖ്തഹു വഫീമാ അംസക്തഹു. തന്നതിലും തരാതെ വീട്ടിൽ വെച്ചതിലും പടച്ചോനെ ഉസ്മാന് ബർക്കത്ത് ചെയ്യണേ എന്ന് തോരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നു. സിദ്ദീഖ് അങ്ങോട്ട് ചോദിച്ചു, കയ്യിലെന്താണുള്ളത്, എന്താ കൊടുന്നതെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, പൊന്നാര നബിയെ എൻ്റെ അടുത്ത് ചില്ലറ പൈസ ഉള്ളൂ പറഞ്ഞു. കൊടുത്തു, വാങ്ങി. ഇനി പെരയിലെന്താ ഭാര്യക്കും മക്കൾക്കുള്ളതെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, ഇതിനേക്കാൾ ഖൈറായത് പെരയിലുണ്ട് പറഞ്ഞു. നബി തങ്ങൾ ചോദിച്ചു, സിദ്ദീഖേ ഇതിനേക്കാൾ ഖൈറായത് ഇപ്പം എന്താ പെരയിലുള്ളതെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, പൊന്നാര നബി അബൂബക്കർ സിദ്ദീഖിൻ്റെ വീട്ടിൽ ഇതിനേക്കാൾ ഖൈറായത് എന്ന് ഞാൻ പറഞ്ഞത് അള്ളാഹിൻ്റെ റസൂലുമാണ് എന്ന് പറഞ്ഞു. അതാ പെരയിലുള്ളത് പറഞ്ഞു. എന്നാ വേറൊന്നുമില്ല എന്നർത്ഥം. അപ്പൊ കേട്ട് നിരുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ ദുന്യാവിൽ ആരെ തോൽപ്പിച്ചാലും അബൂബക്കർ സിദ്ദീഖിനെ മാത്രം തോൽപ്പിക്കാൻ കഴിയൂലായിരുന്നു. കാരണം ഉസ്മാൻ റളിയല്ലാഹു അൻഹു 7000 ദിർഹംസ് കൊണ്ടുവന്നിട്ടുള്ളത് വീട്ടിലുള്ളതിൻ്റെ പകുതിയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 5ന്റെ 2 കോട്ടൺ ഉറുപ്പ്യ കൊടുത്തിട്ടുള്ളത് വീട്ടിലുള്ളത് മുഴുവനുമാകുന്നു എന്നതാണ് പ്രത്യേകത. ഇതാണ് മനസ്സ് പറഞ്ഞത്. ഇതിനെയാണ് ദാനശീലം തന്നെ. എടാ നിർത്തൂലല്ലേ നിങ്ങൾ വർത്താനം? നിങ്ങൾ ഉണ്ടായിരിക്കാൻ ഞാൻ എന്താ വേണ്ടത്? ഒരു പാട്ട് പാടിയാൽ നടക്കുമോയെന്നറിയില്ല. ഇവിടെ ഇരിക്കി, ഇവിടെ കസാലതാ മോനെ, ഇതാ കസാല. രണ്ടാളും അതിലിരുന്നോളെ. അയവാ നല്ല കുട്ടികളാണ്. അള്ളാഹു നമ്മളെ മക്കളൊക്കെ സാലിഹ്യങ്ങളിൽ ചേർക്കട്ടെ. ഖൈറും ബർക്കത്തും ആഫിയത്തും സലാമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. കുട്ടികളെ ഇഷ്ടപ്പെടണം എന്നാണ് കേട്ടോ. കാരണം കുട്ടികൾ സ്വർഗത്തിലുണ്ടെന്നല്ലേ നമ്മൾ പഠിച്ച്. സ്വർഗത്തിലുള്ള എല്ലാ സാധനത്തെയും ഇഷ്ടപ്പെടണം. കുട്ടികൾ സ്വർഗത്തിലുണ്ട്. ഖിദ്മത്തിനായി കാണാം അതിൽ ചില കുട്ടികൾ, കാഴ്ചക്ക് കൗതുകമേറും സുന്ദരമുത്തുകൾ. അപ്പം അങ്ങനെയാണ്. അള്ളാഹു കുട്ടികൾക്കൊക്കെ ബറക്കത്ത് നൽകട്ടെ. അപ്പോൾ മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, മൂന്നാമത്തേത് സഖാഉൽ അഗ്നിയാഇ, സമ്പന്നന്മാരുടെ ദാനശീലം. സഖാ എന്ന് പറഞ്ഞാൽ ദാനധർമ്മം എന്നല്ല, ദാനശീലം എന്നാണ്. ശീലമുണ്ടാകുക എന്നുള്ളതാണ് പ്രധാനം. പൈസ ഉണ്ടാവണമെന്നില്ല. ദാനശീലമുണ്ടായി കിട്ടലാണ് പ്രധാനം. അതെങ്ങനെ ഉണ്ടാകുക? ആ വാപ്പാരുണ്ടാക്കണം, എന്നാലേ ഉണ്ടാവുള്ളൂ. ഒരു സാധു മനുഷ്യൻ പെരേക്ക് ഇങ്ങനെ കയറി വരുന്നുണ്ട്. അപ്പം ഡൈനിങ് ഹാളിൽ ഇങ്ങനെ നിന്നിട്ട് ഡൈനിങ് ഹാളിലെ ജനലിൻ്റെ കർട്ടൻ നീക്കിയിട്ട് ഇങ്ങനെ നോക്കി ഒരാളിങ്ങനെ കൊക്കിച്ചാടി വരുന്നുണ്ടപ്പോൾ മകനോട് പറഞ്ഞു, ഇനിയിപ്പോൾ ഈ കായില്ലാത്ത നേരത്ത് ആ ചെങ്ങായി ഏന്തി വലിഞ്ഞ് വരുന്നുണ്ട്,
ബാപ്പ പത്തായത്തിലില്ല എന്നാണ് പോയി പറഞ്ഞാൾ അറിഞ്ഞ കുട്ടിനോട്. അപ്പോൾ കുട്ടി എന്ത് ചെയ്യും? പുറത്ത് ചെന്നിട്ട് വായിലൊക്കെ തുറന്നിട്ട് ബാപ്പ അവിടെ ഇല്ല എന്ന് പറയും. അയാൾ അങ്ങനെയാണ് പോവും. എന്തേ പടിഞ്ഞ്? ദാനശീലം പടിഞ്ഞില്ല. എന്തേ നുണറിയാൻ പടിഞ്ഞില്ല? എന്താ അതിന് പകരം എന്താ ചെയ്യേണ്ടത്? ഒരു 10 എടുക്കുക. അതിപ്പോൾ ആരടുത്തും ഉണ്ടാവുമല്ലോ. ഒരു 10 എടുക്കുക, മോൻ്റെ അടുത്ത് കൊടുക്കുക. മോനെ, നമ്മളടുത്ത് ഒന്നുമില്ല, എന്നാലിപ്പോൾ എന്തെങ്കിലും കിട്ടുമെന്ന് കരുതിയിട്ട് വരാനുള്ള അയാൾ വെറുതെ പറഞ്ഞേക്കണത് ഒരു ശരിയല്ല. അതുകൊണ്ട് വാപ്പാൻ്റെ കുട്ടി ഈ 10 ഉറുപ്പ്യാണ് കൊണ്ടുപോയി കൊടുത്തളാ എന്ന് പറഞ്ഞാൽ ദാനശീലം പഠിയും. വെള്ളിയാഴ്ച ജുമയ്ക്ക് വരുമ്പോൾ ഒരു 10 ഒരു 20 ഒരു 50 ഒരു 100 ഒരു 500 വെച്ചിങ്ങാണ്ട് വരും. ജുമയ്ക്ക് വരുമ്പോൾ പള്ളിക്കൊന്ന് ഉസ്താദ് എങ്ങനെ പറയും? യത്തീം കുട്ടിയുടെ കല്യാണത്തിന് വേണ്ടിയുള്ള പിരിവുണ്ട്, ഞാനും യത്തീമിനെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഇപ്രകാരമാണെന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളല്ലാതെ വേറെ ആരും സഹായിക്കാനില്ല. തങ്ങന്മാരെ കത്തുണ്ട്, മഹലിൻ്റെ കത്തുണ്ട്, വളരെ വിശ്വാസയോഗ്യമായ എഴുത്തുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും കാര്യമായും മനസ്സറിഞ്ഞ് സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ കേട്ടപ്പോൾ മനസ്സിലായി 500 നോട്ടിനുള്ള വയലാണ് ഇപ്പം പറഞ്ഞത്. അപ്പം ശീലമുള്ള എന്തെടുക്കും? 500 നോട്ട് എടുക്കും, ബക്കറ്റിലിടും. അല്ലാത്ത എന്ത് ചെയ്യും? പേഴ്സുള്ള കുപ്പായം അവിടെ ആങ്കർമ കൊളുത്തിയിട്ട് നല്ല കോട്ടൺ കുപ്പായിട്ട് കണ്ട് വരും. എന്നിട്ട് എന്തേലും ചോദിച്ചാൽ അതാ കുപ്പായം മാറി എന്ന് പറയും. എന്നിട്ട് പോകുമ്പോൾ അങ്ങനെ പീടി കയറിയിട്ട് പറയും, ഇവിടെ എന്നും പിരിവന്നെയാണ് എല്ലാ വെള്ളിയാഴ്ചയും എന്ന് പറയും. എല്ലാ വെള്ളിയാഴ്ചയും കുപ്പായം മാറിയിട്ട് തന്നെ വരല്ലേ. എന്തേ? ദാനശീലം ഇല്ല. ഇതൊരു ശീലമാണ്, അതുണ്ടാവണം. മുതലാളിയായ പോരാ, മുതലാളിമാർക്ക് കൊടുക്കാനുള്ള ശീലം ഉണ്ടാവണം. അതാണ് ദാനശീലം. സഖാഉൽ അഗ്നിയ എന്ന് പറയുന്നത് സമ്പന്നരുടെ ദാനശീലം ദുനിയാവിൻ്റെ നിലനിൽപ്പാണ്. നമ്മളെടുത്തു കളയാൻ പാടില്ല. ചില സ്ഥലത്ത് ഇങ്ങനെ പോകുമ്പോൾ കാണാം, മൂലക്കെ ചുമരുമേ ഫ്ലക്സ് ഒട്ടിച്ചിക്കണു, യാചന കർശനമായി നിരോധിച്ചിരിക്കുന്ന ഏരിയ. യാചിക്കുന്നത് കണ്ടാൽ കാലിൻ്റെ മുട്ട് തല്ലിയൊടിക്കും, കൊതറമ്പ് കൊത്തിമുറിക്കും എന്നൊക്കെ എഴുതിച്ചിട്ടുണ്ടാവും ബോർഡുമേ. ഈ മാപ്പിളാർക്ക് മാത്രമുള്ള ഒരു ശീലാണ് ഒരു മനുഷ്യനെ ഇടങ്ങേറ് പറഞ്ഞാൽ എന്തേലും ഒന്ന് എടുത്തു കൊടുക്കും എന്നുള്ളത്. അത് മുടക്കിയിട്ട് എന്താ കിട്ടാനുള്ളത്? അതാണ് മുടക്കിയിട്ട് നമുക്ക് എന്താ കിട്ടാനുള്ളത്? അതുകൊണ്ട് അഗ്നിയാക്കളുടെ സമ്പന്നന്മാരുടെ ദാനശീലം നിലനിൽക്കണം. 4-മത്തെ ദുആഉൽ ഫുഖറാ, സാധുക്കളുടെ ദുആ ദീനിൻ്റെയും ദുന്യാവിൻ്റെയും നിലനിൽപ്പാണ്. പാവങ്ങളുടെ ദുആ കിട്ടണം. പൈസക്കാരുടെ ദുആയേക്കാൾ ഇജാബത്തുള്ളതാണ് പാവങ്ങളുടെ ദുആ, മിസ്കീന്മാരുടെ ദുആ. അഗ്നിയാഇൻ്റെ ദുആയേക്കാൾ ഇജാബത്തിലേക്ക് അഖറബാണ്, ഇജാബത്തിലേക്ക് അടുത്തതാണ് മിസ്കീന്മാരുടെ ദുആ. അതുകൊണ്ട് മിസ്കീന്മാരായ ആളുകളുടെ ദുആയെ നമ്മളെപ്പോഴും പ്രതീക്ഷിക്കണം. അത് ദുനിയാവിൻ്റെ നിലനിൽപ്പാകുന്നു. സാധുക്കളുടെ ദുആ ദുനിയാവിൻ്റെ നിലനിൽപ്പാണ്. സാധുക്കളാണ് ശരിക്കും മനസ്സറിഞ്ഞ് ദ്വാരക്കുള്ളൂ. അല്ലാത്ത നമുക്ക് ദ്വാരക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാരണം വേണം. അത് സാധുക്കൊക്കെയാണ് തോന്നുണ്ടാവുക. ഇപ്പം നമ്മൾ ബദരീങ്ങളുടെ പേരിലുള്ള ഒരു നീർച്ചപ്പെട്ടി പെരയിലുണ്ടെന്ന് വിചാരിക്കുക. മജ്ലിസുന്നൂറിലേക്കുള്ള ഒരു പെട്ടി നമ്മളെ പെരയിലുണ്ട്. പേരക്കുട്ടി വിരുന്നപ്പോൾ ഭയങ്കര വയറ്റുനോക്കും ഛർദിയാണ്. ഒരു 10 ഉറുപ്പിക ഇട്ടുങ്ങാണ്ട് കുട്ടിനെ ഒഴിഞ്ഞിങ്ങാണ്ട് ബദരീങ്ങളെ നീർച്ചപ്പെട്ടി കൊണ്ടുപോയിടും. എന്നാൽ പേരക്കുട്ടി വിരുന്നപ്പോൾ ഒരു കുഴപ്പമില്ല. ആരെങ്കിലും 10 ഉറുപ്പിക ഇടുമോ? ഇല്ല. നമ്മൾ ദ്വാരക്കണമെങ്കിലും എന്തേലൊക്കെ ഒന്ന് കൊടുക്കണമെങ്കിലും എന്തേലും ഒരു ഇടങ്ങേറ് വേണം. അപ്പോൾ അത് സാധുക്കൾക്ക് തോന്നുന്നുണ്ട്.
നമ്മൾ നിഅമത്തുണ്ടാകുമ്പോൾ മാത്രം അള്ളാനെ ഓർത്താൽ പോരാ, നിഖ്മത്തുണ്ടാകുമ്പോഴും ഓർക്കണം. നിഖ്മത്തുണ്ടാകുമ്പോൾ മാത്രം ഓർത്താൽ പോരാ, നിഅമത്തുണ്ടാകുമ്പോഴും ഓർക്കണം. അങ്ങനെയാണ്. പേരക്കുട്ടി വരുന്നു, വയറ്റുന്നോക്കാണ് അല്ലെങ്കിൽ പനിയാണ്, 10 ഉറുപ്പിക ഇട്ടാണ്ട് ഒഴിഞ്ഞിങ്ങാണ്ട് പതിരിങ്ങളുടെ പേര് നീർച്ചയാക്കിയിട്ട് നീർച്ചപ്പെട്ടി കിട്ടൂ, ഓക്കെ. പേരക്കുട്ടി വരുന്നു, ഒരു കുഴപ്പമില്ല, അൽഹംദുലില്ലാ, ഒരു 10 ഉറുപ്പിക എടുത്താണ്ട് കൊണ്ടുപോയിടണം. അതാണ് ശീലം എന്ന് പറയുന്നത്. അതുണ്ടാവണം. ഇതിനെയാണ് ശീലം എന്ന് പറഞ്ഞത്. ആ ശീലം ഉണ്ടാവണം. ഞമ്മങ്ങനെ ആലോചിച്ച് നോക്കിയാൽ ഇടങ്ങാറൊക്കെ ഓർമ്മ ഉണ്ടാവും, നിയമത്തൊന്നും ഓർമ്മ ഉണ്ടാവില്ല. വണ്ടി തട്ടിയത് ഭയങ്കര ഓർമ്മയിക്കാരം. ആ കാണുന്ന മൂലക്കന്നെ വളഞ്ഞപ്പോഴാണ് ആ പിക്കപ്പവരും വന്നുകൊണ്ടായിട്ട് ചാർത്തിയത് ഓർമ്മ ഉണ്ടായി. വണ്ടി വാങ്ങിയത് ഓർമ്മ ഉണ്ടാവില്ലല്ലോ. എന്നേ വണ്ടി വാങ്ങിയത്? തട്ടിയത് ഓർമ്മയുണ്ട്, 2021 ഏപ്രിൽ 4 വാങ്ങിയത്. നിയമത്ത് ഓർമ്മ ഉണ്ടാവില്ല. നിക്കമത്തി അമ്മക്കെല്ലാം 19 വയസ്സായി കുട്ടിക്ക് കല്യാണം ശരിയായില്ല എന്ന് ഭയങ്കര ഓർമ്മയിക്കാരം. കാണുന്നവരോടൊക്കെ പറയും, ഇതൊരുക്കൊണ്ടിട്ടോ 19 വയസ്സായി കുട്ടിയുടെ കല്യാണം. ഈ 19 കൊല്ലത്തിന് മുമ്പ് ഒരു കുട്ടി ഉണ്ടായിരുന്നു, അത് വലിയൊരു ഓർമ്മയൊന്നും ഉണ്ടാവില്ല. ഒരു പെൺകുട്ടി, അത് ഓർമ്മ കിട്ടൂല. നിഅമത്തുകളെ ഓർക്കാതിരിക്കുകയും നിഖ്മത്തുകളെ ഓർക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് നമുക്കുള്ളത്. രണ്ടും വേണം. നിഖ്മത്ത് ഓർക്കണം, നിഅമത്ത് ഓർക്കണം. അതുകൊണ്ട് ദ്വാരക്കാനുള്ള കൂടുതൽ സാഹചര്യം ഉണ്ടാവുക സാധുക്കൾക്കാണ് എന്നുള്ളതുകൊണ്ട് പറഞ്ഞതാണ്. ദുആഉൽ ഫുഖറ, ഈ സാധുക്കളുടെ ദുആ ദുനിയാവിൻ്റെ നിലനിൽപ്പാണെന്ന് സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ഈമാൻ ഭയങ്കര രസമുള്ളതാണ്. അനുഷ്ഠിക്കാൻ തയ്യാറാവണം. ഈമാൻ അനുഷ്ഠിക്കാൻ തയ്യാറാവണം. മുസ്ലിമായി ജീവിക്കാതെ അത്ര പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. ലോകത്ത് മതങ്ങൾ, ഇസങ്ങൾ, പ്രത്യയശാസ്ത്രങ്ങൾ, വാദങ്ങൾ 4 ഉണ്ട്. ഈ 4 ഏറ്റവും സുഖമുള്ളത് മതമായിരിക്കും. മതങ്ങളിൽ ഏറ്റവും സുഖമുള്ളത് ഇസ്ലാം മതമാണ്. ഏറ്റവും നിസ്കരിക്കാൻ എവിടെല്ലാം പറഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെ നിസ്കരിക്കേണ്ടാത്ത ആൾക്കാരെ പറ്റിയിട്ടും പറഞ്ഞിട്ടുണ്ടാവും. നിസ്കരിക്കാൻ എവിടെല്ലാം പറഞ്ഞിട്ടുണ്ടോ? നമ്മളെ ദർസിലേക്ക് കുട്ടികളെ ഓതാൻ പോയാൽ ആദ്യം ഓതുന്ന കിതാബാണ് മുത്തഫരീദ്, പിന്നെ ഓതുന്ന കിതാബാണ് നൂറുൽ അബ്സാർ. മുത്തഫരീദിൽ നിസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞോട് തന്നെ നിസ്കരിക്കേണ്ടാത്ത ആൾക്കാരെയും പറഞ്ഞിട്ടുണ്ട്. നിസ്കാരം ഒഴിവുള്ളവർ. നിന്ന് നിസ്കരിക്കാൻ കഴിയാത്തോൻ ഇരുന്ന് നിസ്കരിക്കണം. ഇരുന്ന് നിസ്കരിക്കാൻ കഴിയാത്തോൻ കടന്ന് നിസ്കരിക്കണം. മലനടന്നിട്ട് മലനടന്ന് നിസ്കരിക്കാൻ കഴിയാത്തോൻ ചെരിഞ്ഞടന്ന് നിസ്കരിക്കണം. ചെരിഞ്ഞടന്ന് നിസ്കരിക്കാൻ കഴിയാത്തോൻ തല കൊണ്ടാങ്യം കാണിക്കണം. തല കൊണ്ടാങ്യം കാണിക്കാൻ കഴിയാത്തോൻ കണ്ണുകൊണ്ട് ഇശാറത്താക്കണം. കണ്ണുകൊണ്ട് ഇശാറത്താക്കാൻ കഴിയാത്തോൻ കൽബ് കൊണ്ട് ഇശാറത്താക്കണം. കൽബ് കൊണ്ട് ഇശാറത്താക്കാൻ കഴിയാത്തവൻ്റെ പേര് പിരാന്തൻ എന്നാണ്. അവന് സ്വർഗത്തിലേക്ക് ആദ്യത്തെ ടിക്കറ്റുമാകുന്നു. എന്തൊരു രസമുണ്ട്! പിരാന്തന് സ്വർഗത്തിലേക്ക് ആദ്യത്തെ ടിക്കറ്റ് കൊടുക്കും. ആദ്യം തന്നെ പോവും. കൽബുകൊണ്ട് നിസ്കരിക്കാൻ പറ്റാത്ത ആൾക്കാണ് പിരാന്തൻ എന്ന് പറയുന്നത്. അവൻ ആദ്യത്തെ ടിക്കറ്റ് ഉണ്ട്. ഹിസാബില്ലാതെ നേരെ സ്വർഗത്തിലേക്കാണ്. എന്ത് രസമുണ്ട് പരിപാടി! ഇസ്ലാം ദീൻ ഭയങ്കര രസമുള്ളതാണ്. നോൽമ്പ് നോൽക്കാൻ പറഞ്ഞത് സൂറത്തുൽ ബഖറയിലെ 183 ആയത്തിലാണ് നോൽമ്പ് നോൽക്കാൻ പറഞ്ഞത്. 184 നോൽമ്പ് നോൽക്കേണ്ടാത്ത ആൾക്കാരാണ്. 185 നോൽമ്പ് നോൽക്കേണ്ടാത്ത ആൾക്കാരാണ്. ഒരായത്തിലാണ് നോൽമ്പ് നോൽക്കാൻ പറഞ്ഞത്. 2 ആയത്തിൽ നോൽമ്പ് നോൽക്കേണ്ടാത്ത ആൾക്കാരെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇസ്ലാം ദീൻ ഭയങ്കര എളുപ്പമാണ്. അനുഷ്ഠിക്കാൻ തയ്യാറാവണം, ആചരിക്കാൻ തയ്യാറാവണം. ആചാരങ്ങളുമുണ്ട്, അനുഷ്ഠാനങ്ങളുമുണ്ട്.
അനുഷ്ഠാനങ്ങളിലേക്കുള്ള വഴികൾക്കാണ് ആചാരങ്ങൾ എന്ന് പറയുന്നത്. അനുഷ്ഠാനം എല്ലായിടത്തും ഒരേമാതിരി ആയിരിക്കും, ആചാരങ്ങൾക്ക് പ്രാദേശിക വ്യത്യാസങ്ങളുണ്ടായിരിക്കും. അനുഷ്ഠാനങ്ങളിലേക്കുള്ള വഴികളെയാണ് ആചാരങ്ങൾ എന്ന് പറയുന്നത്. അനുഷ്ഠാനം എല്ലായിടത്തും ഒരേമാതിരിയാണ്, ആചാരങ്ങൾക്ക് പ്രാദേശിക വ്യത്യാസം ഉണ്ടാവും. ഇപ്പം നമ്മളെ നാട്ടിലിങ്ങനെ ഒരുപാട് ആചാരങ്ങൾ കാണും. ഒരാൾ മരിച്ചു, 3-ന് നമ്മളവിടെ ഒരു പരിപാടി നടത്തും, മൗലൂദും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരാൾ ചോദിച്ചു, അപ്പം എന്തിനാ 3-നാകണം, എന്താ 4-നാക്കിയാലെന്ന് ചോദിച്ചാൽ ആയിക്കോട്ടെ, അതിനെന്താ കുഴപ്പം. എന്താ ഇപ്പോൾ 2-നാക്കിയാലെന്ന് ചോദിച്ചാലോ ആയിക്കോട്ടെ, അതിനും എന്താ കുഴപ്പം. അതിനൊരു പ്രാദേശികമായ രീതി 3-നാണ് നടക്കൽ. ആളുകളെ വിളിക്കുക, മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യുക, ഭക്ഷണം കൊടുക്കുക എന്നീ അനുഷ്ഠാനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പ്രാദേശികമായ ചില രീതികളുണ്ടാവും. ഈ പ്രാദേശികമായ രീതികൾക്കാണ് ആചാരങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ 14-നുണ്ടാവും ചിലയിടത്ത്, 40-നുണ്ടാവും ചിലയിടത്ത്, 60-നുണ്ടാവും, 90-നുണ്ടാവും, കൊല്ലം തികയുമ്പോൾ ഉണ്ടാവും. എന്താ ഇപ്പോൾ കൊല്ലം തികണതിന് മുന്നേ 2 ദിവസം മുമ്പാണ് നടത്തിയാലെന്ന് ചോദിച്ചാൽ ആയിക്കോട്ടെ, നിങ്ങൾ നടത്തിക്കോളി, ഒരു കുഴപ്പമില്ല. അനുഷ്ഠാനം ഉണ്ടായിരിക്കണം, ആചാരം അങ്ങനെ തന്നെ ആയിക്കോണമെന്നില്ല. എല്ലാ അനുഷ്ഠാനങ്ങൾക്കും അതിൻ്റെ അനുബന്ധമായ ആചാരങ്ങൾ